ഇൻസുലിൻ ലെവൽ കൂടിയാലുള്ള ഫലങ്ങളെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഇനി പറയുന്നവ പഠിക്കും. ഇൻസുലിൻ അമിതമായാൽ ദോഷമാകുന്നത് എങ്ങനെ? ശരീരത്തിലെ അമിത ഇൻസുലിന്റെ ദോഷകരമായ ഫലങ്ങൾ. ഇൻസുലിനെക്കുറിച്ചും ശരീരത്തിൽ അതിന്റെ പങ്കിനെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇൻസുലിൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ്. രക്തത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് എടുക്കാൻ ഇത് സഹായിക്കുന്നു. പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളും പതിവായി കഴിക്കുന്നത് നല്ലതല്ല. നമ്മുടെ രക്തത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഗ്ലൂക്കോസ് ആവശ്യമില്ലെങ്കിൽ ഇൻസുലിൻ പ്രവർത്തനത്തെ കോശങ്ങൾ പ്രതിരോധിക്കും. കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസിന്റെ പ്രവേശനം നിരസിക്കുന്നു. ഈ സംവിധാനത്തെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഹൈപ്പർ ഇൻസുലിനേമിയയിലേക്ക് നയിക്കുന്നു. ഇൻസുലിൻ അളവ് നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇത്. ഇൻസുലിനോട് വേണ്ടത്ര പ്രതികരിക്കുകയോ കാര്യക്ഷമമായി ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല. ഇൻസുലിനോട് കുറഞ്ഞ സംവേദനക്ഷമത കാണിക്കുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ വിവിധ ഫലങ്ങൾ നോക്കാം. ചില ഫലങ്ങൾ ഇൻസുലിനുമായി നേരിട്ട് ബന്ധമുണ്ട്. ഉയർന്ന അളവിലുള്ള ഇൻസുലിൻ ഈ ഒന്നോ അതിലധികമോ ദോഷഫലങ്ങൾക്ക് കാരണമാകും. ഇതിന്റെ ഫലങ്ങളിൽ ഒന്നാണ് ടൈപ്പ് 2 ഡയബറ്റിസ് അഥവാ പ്രമേഹം. അത് എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ പ്രാരംഭഘട്ടത്തിൽ ബ്ലഡ് ഷുഗർ സാധാരണ നിലയിലാണ്. ഗ്ലൂക്കോസ് കാര്യക്ഷമമായി എടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഇൻസുലിന്റെ അളവ് ഉയരും. ഇൻസുലിൻ അളവ് ഉയരുമ്പോൾ കൂടുതൽ അളവിൽ ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് പോകും. തൽഫലമായി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സാധാരണ നിലയിൽ നിലനിർത്തുന്നു. രക്തത്തിൽ ഇൻസുലിന്റെ അളവ് പരിശോധിച്ചില്ലെങ്കിൽ ഈ ഘട്ടം നഷ്ടപ്പെടാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അപ്പോഴും സാധാരണ നിലയിലായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം ഇൻസുലിൻ റെസിസ്റ്റൻസ് രൂക്ഷമാകുന്നു. ഇൻസുലിൻ അളവ് വർദ്ധിച്ചാൽ പോലും ഈ പ്രവർത്തനം നടക്കില്ല. കോശങ്ങളിലേക്ക് ആവശ്യത്തിന് ഗ്ലൂക്കോസ് എത്തിക്കാൻ കഴിയില്ല. അപ്പോഴാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുകയും ടൈപ്പ് 2 ഡയബറ്റിസ് കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇൻസുലിൻ ലെവലുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന പ്രശ്നം അമിതവണ്ണമാണ്. വിശപ്പിനുള്ള ഒരു ഹോർമോണാണ് ഇൻസുലിൻ. ഉപയോഗിക്കാത്ത ഇൻസുലിൻ അധികമായി തലച്ചോറിലേക്ക് സിഗ്നലുകൾ അയക്കുന്നു. ശരീരത്തിലേക്ക് ഗ്ലൂക്കോസ് വിതരണം ചെയ്യാൻ ഈ സിഗ്നലുകൾ അയക്കുന്നു. തൽഫലമായി വിശപ്പ് ഉത്തേജിപ്പിക്കപ്പെടുന്നു. ഒരാൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും അയാളുടെ ശരീരം കൂടുതൽ ഭക്ഷണത്തിനായി കൊതിക്കും. ഇത് തുടർച്ചയായി വിശപ്പും അമിത ഭക്ഷണവും ഉണ്ടാക്കുന്നു. ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് ഇത് മനസ്സിലാക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വിശക്കുന്നില്ല എന്ന് കരുതുക. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണത്തിന്റെ ഒരു ചെറിയ ഭാഗം ഒരാൾ നിങ്ങൾക്ക് തരുന്നു. ഉദാഹരണത്തിന് ബിസ്ക്കറ്റ്, മധുരപലഹാരങ്ങൾ മുതലായവ. ഇത് കഴിക്കുമ്പോൾ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവും തുടർന്ന് ഇൻസുലിൻ അളവും ഉയരും. ഈ ഉയർന്ന ഇൻസുലിൻ ലെവൽ കൂടുതൽ കഴിക്കാൻ തലച്ചോറിലേക്ക് ഒരു സിഗ്നൽ അയക്കും. അതുകൊണ്ടാണ് നമ്മളിൽ പലർക്കും കുറച്ചു മാത്രം കഴിക്കാൻ സാധിക്കാതെ വരുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസും അമിത ഭക്ഷണവും ഒരേപോലെ തുടരുന്നു. ഇത് അമിതവണ്ണത്തിന് കാരണമാകും. ഇൻസുലിൻ അളവ് അമിതവണ്ണത്തിന് കാരണമാകുന്ന മറ്റൊരു രീതിയാണ്. ഉയർന്ന ഇൻസുലിൻ അളവ് കാരണം ശരീരത്തിന് ഊർജത്തിനായി ഫാറ്റ് വിഘടിപ്പിക്കാൻ കഴിയില്ല. ഫാറ്റ് യൂട്ടിലൈസേഷൻ മോഡിന് പകരം ശരീരം ഫാറ്റ് സ്റ്റോറേജ് മോഡിലേക്ക് പോകുന്നു. ലെപ്റ്റിന്റെ സിഗ്നലുകളെ ബാധിച്ച് ഇൻസുലിൻ അമിതവണ്ണത്തിന് കാരണമാകും. ലെപ്റ്റിൻ എന്ന ഹോർമോണാണ് ആമാശയം നിറഞ്ഞതായി തലച്ചോറിന് സൂചന നൽകുന്നത്. ഉയർന്ന ഇൻസുലിൻ ലെവൽ ലെപ്റ്റിൻ സിഗ്നലുകളെ തടസ്സപ്പെടുത്തും. ഇത് ഭക്ഷണാസക്തിക്കും
അമിത ഭക്ഷണത്തിനും കാരണമാകുന്നു. ഇൻസുലിനും പൊണ്ണത്തടിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റൊരു ട്യൂട്ടോറിയലിൽ വിശദീകരിക്കുന്നു. പൊണ്ണത്തടി മാത്രമല്ല ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ സൂചന. മെലിഞ്ഞവർക്ക് പോലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. ചർമ്മത്തിന് താഴെയുള്ള ഫാറ്റിന് പകരം ഒരാളുടെ അവയവങ്ങൾക്കകത്തോ ചുറ്റിലോ അടിയുന്നു. അവർക്ക് കരളിൽ അധിക ഫാറ്റ് ഉണ്ടായിരിക്കാം. ഇത് ഫാറ്റി ലിവർ ഡിസീസ് എന്നറിയപ്പെടുന്നു. അധിക ഗ്ലൂക്കോസ് ട്രൈഗ്ലൈസറൈഡ്സുകളായി രൂപാന്തരപ്പെടുകയും കരളിൽ സംഭരിക്കപ്പെടുകയും ചെയ്യുന്നു. ഉയർന്ന ഇൻസുലിൻ അളവ് ഫാറ്റിന്റെ വിഘടനത്തെ തടയുന്നു. കാലക്രമേണ ഫാറ്റ് കരളിൽ അടിഞ്ഞുകൂടുന്നു. ഫാറ്റ് കൈകാര്യം ചെയ്യാനുള്ള കരളിന്റെ ശേഷിയെ ഭാരപ്പെടുത്തുന്നു. ഫാറ്റി ലിവർ ഡിസീസ് എന്ന അവസ്ഥയാണ് ആ വ്യക്തിക്ക് ഉണ്ടാകുന്നത്. ഉയർന്ന ഇൻസുലിൻ അളവ് ഹൈപ്പർ ടെൻഷന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. വൃക്കയിലെ സോഡിയം പുനഃശോഷണത്തെ ഉത്തേജിപ്പിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഉയർന്ന ഇൻസുലിൻ ലെവൽ കൊണ്ട് ഹൃദ്രോഗം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. വിവിധ രൂപങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ആദ്യത്തേത് രക്തക്കുഴലുകളുടെ വീക്കമാണ്. രണ്ടാമത്തേത് ലിപ്പിഡ് പ്രൊഫൈലിന്റെ മാറ്റമാണ്. അടുത്തത് പ്ലാക്സ്, രക്തം കട്ടപിടിക്കൽ എന്നിവ ഉണ്ടാക്കുന്നു. ഹൃദയത്തിലെ രക്തക്കുഴലുകളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതാണ് പ്ലാക്സ്. ഈ ഘട്ടങ്ങൾ നമുക്ക് വിശദമായി മനസ്സിലാക്കാം. വളരെ കാലമായി രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവും ഉയർന്ന ഇൻസുലിൻ അളവും വീക്കത്തിന് കാരണമാകുന്നു. ഹൃദയത്തിന്റെ രക്തക്കുഴലുകളുടെ പാളി തകരാറിൽ ആകുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ നൈട്രിക് ഓക്സൈഡ് ശരിയായി നിർമ്മിക്കപ്പെടില്ല. ഫ്രക്ടോസ് കൂടുതലായി കഴിക്കുന്നത് ശരീരത്തിലെ യൂറിക് ആസിഡ് വർദ്ധിപ്പിക്കും. യൂറിക് ആസിഡ് ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡിന്റെ ലഭ്യത കുറയ്ക്കുന്നു. നൈട്രിക് ഓക്സൈഡ് രക്തക്കുഴലുകൾ അയവാകുന്നതിന് സഹായിക്കുന്നു. ഇത് വേണ്ടത്ര രൂപപ്പെട്ടില്ലെങ്കിൽ അത് രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കും. ഇത് രക്തയോട്ടം നിയന്ത്രിക്കുകയും വീക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് രക്തസമ്മർദ്ദവും ഉയർത്തുന്നു. രണ്ടാമതായി, ഉയർന്ന ഇൻസുലിൻ ലെവൽ ലിപ്പിഡ് പ്രൊഫൈലിനെ പ്രതികൂലമായി ബാധിക്കുന്നു. VLDL, LDL എന്നിവയുടെ അളവ് വർദ്ധിക്കുന്നു. രക്തത്തിലെ ഫാറ്റ്, കൊളസ്ട്രോൾ എന്നിവ കൊണ്ടുപോകുന്ന ലിപ്പോപ്രോട്ടീൻസാണ് ഇവ. ഉയർന്ന ഇൻസുലിൻ ലെവലിൽ ചെറിയ കട്ടിയുള്ള LDL രൂപപ്പെടുന്നു. ഹൃദയത്തിലെ രക്തക്കുഴലുകൾക്ക് അവ അപകടകരമാണ്. രക്തക്കുഴലിലെ വീക്കം വരുമ്പോൾ ലിപ്പോപ്രോട്ടീൻസ് അതിനെ അടയ്ക്കാൻ വരുന്നു. VLDL-ഉം ചെറിയ കട്ടിയുള്ള LDL-ഉം രക്തക്കുഴലുകളുടെ ചുമരുകളിൽ അടിയുന്നു. തൽഫലമായി രക്തക്കുഴലുകൾ ഇടുങ്ങിയതാക്കുന്ന പ്ലാക്സ് രൂപം കൊള്ളുന്നു. രക്തം, ഓക്സിജൻ, പോഷകങ്ങൾ എന്നിവയുടെ വിതരണം ബാധിക്കപ്പെടുന്നു. ചില പ്ലാക്സ് തകർന്ന് രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നു. ഇത് ഹൃദയാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതത്തിന് കാരണമാകും. ഹൃദയ സംബന്ധ രോഗങ്ങൾക്കുള്ള ഭക്ഷണ രീതികളെക്കുറിച്ച് പലർക്കും ഇപ്പോഴും തെറ്റിദ്ധാരണകളുണ്ട്. ഭക്ഷണത്തിലെ ഫാറ്റും കൊളസ്ട്രോളും കാരണമാണ് ഇത് സംഭവിക്കുന്നതെന്ന് അവർ കരുതുന്നു. കാർബോഹൈഡ്രേറ്റ്സിന്റെ ഉപഭോഗമാണ് യഥാർത്ഥ വില്ലൻ. ശുദ്ധീകരിച്ച പഞ്ചസാരയും സസ്യ എണ്ണയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണങ്ങളും ഇതിന് ഉത്തരവാദിയാണ്. അവ ശരീരവീക്കത്തിന് തുടക്കം കുറിക്കുന്നു. അതേസമയം ഭക്ഷണത്തിലെ നല്ല ഫാറ്റ് വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു. നല്ല ഫാറ്റിന്റെ ഉദാഹരണങ്ങൾ വെളിച്ചെണ്ണ, നെയ്യ്, വെണ്ണ, മത്സ്യം, പരിപ്പ് എന്നിവയാണ്. ഉയർന്ന ഇൻസുലിൻ ലെവൽ കോശങ്ങളുടെ വാർദ്ധക്യത്തെ ത്വരിതപ്പെടുത്തുന്നു. ഇത് ആയുസ്സിന്റെ ദൈർഘ്യം കുറയ്ക്കുന്നു. ഇത്തരക്കാരിൽ അൽസൈമേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. തലച്ചോറിന്റെ ഓർമ്മശക്തിയെയും
മാനസിക പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന രോഗമാണ് അൽസൈമേഴ്സ്. ഇൻസുലിൻ ഒരു അനബോളിക് ഹോർമോണാണ് എന്ന് നമുക്കറിയാം. ഇത് കോശങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് കോശങ്ങളുടെ നാശം കുറയ്ക്കുന്നു. എന്നാൽ ഇൻസുലിൻ ലെവൽ കൂടുതലാണെങ്കിൽ അത് ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. ഇൻസുലിൻ ലെവലും തൈറോയിഡ് ഡിസ്ഫങ്ഷനും തമ്മിൽ ബന്ധമുണ്ട്. ഉയർന്ന ഇൻസുലിൻ ലെവൽ T4നെ T3 ആയി പരിവർത്തനം ചെയ്യുന്നതിനെ ബാധിക്കുന്നു. ഇത് ഹൈപ്പോതൈറോയിഡിസത്തിന് കാരണമാകുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിൻ ഗ്ലൂക്കാജൻ ബന്ധത്തെ ബാധിക്കുന്നു. ആരോഗ്യമുള്ള വ്യക്തികളിൽ ഇൻസുലിനും ഗ്ലൂക്കാജനും തമ്മിലുള്ള ബന്ധം നോക്കാം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഉയർന്നാൽ പാൻക്രിയാസ് ഇൻസുലിൻ പുറത്തുവിടുന്നു. ഇത് കോശങ്ങളെ ഗ്ലൂക്കോസ് എടുക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുമ്പോൾ പാൻക്രിയാസ് ഗ്ലൂക്കാജൻ പുറത്തുവിടുന്നു. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസ് പുറത്തുവിടാൻ ഗ്ലൂക്കാജൻ വിഘടിപ്പിക്കാൻ കരളിൽ പ്രവർത്തിക്കുന്നു. പഞ്ചസാരയുടെ അളവ് വളരെ കുറയുന്നത് ഗ്ലൂക്കാജൻ തടയുന്നു. അങ്ങനെ ഗ്ലൂക്കാജനും ഇൻസുലിനും പരസ്പര പൂരകമായി പ്രവർത്തിക്കുന്നു. ആരോഗ്യമുള്ള ആളുകളിൽ അവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആവശ്യമുള്ള ലെവലിൽ സന്തുലിതമാക്കുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിൽ ഈ ബന്ധം തകരാറിൽ ആകുന്നു. അത്തരം ആളുകളിൽ പാൻക്രിയാസ് ഗ്ലൂക്കാജൻ പുറത്തുവിടുന്നത് നിർത്തുന്നില്ല. ഇത് ഗ്ലൈക്കോജനിൽ നിന്ന് കൂടുതൽ ഗ്ലൂക്കോസ് പുറത്തുവിടുന്നു. അതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നു. ഇവ കൂടാതെ ഉയർന്ന ഇൻസുലിൻ അളവ് പരോക്ഷമായി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് ഫാറ്റി ലിവർ, ഓസ്റ്റിയോപ്രോസിസ്, സമ്മർദ്ദം, വൃക്കരോഗങ്ങൾ, സന്ധികളിൽ വേദനയും കാഠിന്യവും എന്നിവ. മറ്റ് രോഗങ്ങൾ കണ്ണുകളുടെ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ, തിമിരം എന്നിവ. ഇത് ഞരമ്പുകളെ തകരാറിലാക്കുകയും കൈകളിൽ മരവിപ്പും ഇക്കിളിയും ഉണ്ടാക്കുകയും ചെയ്യും. ഉയർന്ന ഇൻസുലിൻ PCOS എന്നറിയപ്പെടുന്ന പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോമിനും കാരണമാകുന്നു. ഉയർന്ന ഇൻസുലിൻ അളവ് പുരുഷ ഹോർമോൺസുകളുടെ അമിത ഉൽപാദനത്തിന് കാരണമാകുന്നു. അബ്നോർമൽ ഹോർമോൺസുകളുടെ അളവ് ഫോളിക്കിൾസ് ശരിയായി വളരുന്നതിൽ നിന്ന് തടയുന്നു. അവയ്ക്ക് പൂർണ്ണ വളർച്ചയെത്തി അണ്ഡം പുറത്തുവിടാനും കഴിയില്ല. തൽഫലമായി ഈ വളർച്ചയില്ലാത്ത ഫോളിക്കിൾസ് അണ്ഡാശയത്തിൽ അടിഞ്ഞുകൂടുന്നു. ഇത് സ്ത്രീകളിലെ അണ്ഡോൽപാദനത്തെയും ഫെർട്ടിലിറ്റിയെയും ബാധിക്കുന്നു. ഇൻസുലിൻ ലെവൽ ലൈംഗിക ഹോർമോണുകളുടെ ഉൽപാദനത്തെയും ബാധിക്കുന്നു. ഉയർന്ന ഇൻസുലിൻ അളവിന്റെ മറ്റു ചില ലക്ഷണങ്ങൾ പതിവായി നിരന്തരമായ വിശപ്പ്, ക്ഷീണം, ആശയക്കുഴപ്പം, അസിഡിറ്റി മുതലായവയാണ്. കഴുത്തിലും കക്ഷത്തിലും ചർമ്മത്തിലെ പാടുകളും പിഗ്മെന്റേഷനും ഒരു ലക്ഷണമാണ്. ശ്വാസകോശ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കാത്തത്, ശ്വാസകോശ അണുബാധകൾ എന്നിവയാണ് മറ്റ് ഉദാഹരണങ്ങൾ. ഇൻസുലിൻ ലെവൽ നിയന്ത്രണത്തിൽ സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ്. ഈ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് ഇൻസുലിൻ ലെവൽ പരിശോധിക്കാവുന്നതാണ്. ഫാസ്റ്റിംഗ് ഇൻസുലിൻസിനുള്ള രക്തപരിശോധന നടത്തണം. ഫാസ്റ്റിംഗ് ഇൻസുലിൻ 2 മുതൽ 5 MIU/ml വരെ ആയിരിക്കണം. MIU/ml എന്നാൽ മില്ലി ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ മില്ലിലിറ്റേഴ്സ്. 5 MIU/ml-ന് മുകളിലുള്ള എന്തും ശരീരത്തിൽ ഇൻസുലിന്റെ അമിത അളവ് സൂചിപ്പിക്കുന്നു. ഇത് ഒന്നോ അതിലധികമോ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ഏതെങ്കിലും പരിശോധനകളും മരുന്നുകളും എടുക്കുന്നതിന് മുൻപ് ദയവായി നിങ്ങളുടെ ഡോക്ടറെ കാണുക. ഇത് ട്യൂട്ടോറിയലിന്റെ അവസാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. കണ്ടതിന് നന്ദി.